ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ആകാശ് മലയാളം. അപ്പോൾ നമ്മൾ NCERT ലൈൻ ചലഞ്ചസ് കെമിസ്ട്രിയുടെ ഒരു പുതിയ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് ഓർഗാനിക് കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ജെൽദാൽസ് മെത്തേഡ്. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ജെൽദാൽസ് മെത്തേഡ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ ഓർഗാനിക് compounds containing nitrogen in nitro azo groups as well as in the ring. അപ്പോൾ എന്താണത് പറയുന്നത്? ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ നൈട്രജൻ എസ്റ്റിമേഷൻ നടത്തുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡുകളുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയൊരു മെത്തേഡാണ് ജെൽദാൽസ് മെത്തേഡ്. അത് ചെയ്യുമ്പോൾ നൈട്രോ ഗ്രൂപ്പിലും അസോ ഗ്രൂപ്പിലും അതുപോലെ തന്നെ റിങ്ങിലും, പിരിഡിൻ, പൈറോൾ പോലെയുള്ള കോമ്പൗണ്ടുകളിലൊക്കെ ഉള്ളതുപോലെ റിങ്ങിലും ഉള്ള നൈട്രജനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. കാരണം നമുക്കറിയാവുന്ന പോലെ ജെൽദാൽസ് മെത്തേഡിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ ഓർഗാനിക് കോമ്പൗണ്ടിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അമോണിയം സൾഫേറ്റായി കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അത് പിന്നീട് നമ്മൾ അമോണിയാക്കി മാറ്റി ആ അമോണിയ എസ്റ്റിമേറ്റ് ചെയ്യുന്ന വഴിയാണ് നമ്മൾ നൈട്രജൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. എന്നാൽ നൈട്രോ ഗ്രൂപ്പ്, അസോ ഗ്രൂപ്പ്, റിങ്ങുകളിലുള്ള നൈട്രജൻ ഒരിക്കലും ഈ ഒരു കണ്ടീഷൻസിൽ അമോണിയം സൾഫേറ്റായി കൺവേർട്ട് ചെയ്യപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ ജെൽദാൽസ് മെത്തേഡ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ for nitro group, azo group and nitrogen on the ring. So hope this is clear. Thank you.